നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളും ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ഭാരത് ബന്ദ് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ റോഡ് തടയും. കേരളത്തിൽ പ്രകടനം മാത്രം, ജനജീവിതത്തെ ബാധിക്കില്ല. സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് പുരസ്കാരം പ്രഖ്യാപിച്ചു. ഗുരുവായൂർ മികച്ച നഗരസഭ, പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, വടക്കാഞ്ചേരി മികച്ച രണ്ടാമത്തെ നഗരസഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. എളവള്ളി തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമായി. ഭരണിവേലയിൽ വിവിധ ദേശ ഉത്സവ കുതിരകളടക്കം 14 കുതിരകൾ കാവേറി. പുന്നിയൂർക്കുളം അണ്ടത്തോട് ദർഗ ഷെരീഫ് ചന്ദനക്കുടം ആണ്ട് നേർച്ച വെള്ളി ശനി ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. നേർച്ചയോടനുബന്ധിച്ച് വനംവകുപ്പിന്റെയും അണ്ടത്തോട് നേർച്ച കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നു. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് പുരസ്കാരം പ്രഖ്യാപിച്ചു. ഗുരുവായൂർ മികച്ച നഗരസഭ, പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, വടക്കാഞ്ചേരി മികച്ച രണ്ടാമത്തെ നഗരസഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 2022-23 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ പഞ്ചായത്താണ് 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത്. അതേസമയം മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ ചേർന്ന് പങ്കിട്ടു. ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിയായി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാണ് 2ാം സ്ഥാനം. കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയ്ക്കാണ് 3ാം സ്ഥാനം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. 1ാം സ്ഥാനം നേടുന്നവർക്ക് 50 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ലഭിക്കും. 2ാം സ്ഥാനത്തെത്തുന്നവർക്ക് 40 ലക്ഷവും 3ാം സ്ഥാനത്തെത്തുന്നവർക്ക് 30 ലക്ഷവുമാണ് പുരസ്കാരത്തുക. പുരസ്കാരങ്ങൾ ഫെബ്രുവരി 19-ന് കൊട്ടാരക്കര ജൂബിലി ഹാളിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക് CCTV. തുടർച്ചയായി 3ാം വർഷവും ജില്ലയിൽ 1ാമതായി എളവള്ളി ഗ്രാമപഞ്ചായത്ത്. ചരിത്രത്തിലിടം നേടിയ ഹാട്രിക് വിജയം പഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിമാന നിമിഷം. 2022-23 വർഷത്തെ തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി എളവള്ളി ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. തുടർച്ചയായി 3ാം തവണയാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ 1ാം സ്ഥാനം നേടുന്നത്. 2020-21 വർഷം സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനവും എളവള്ളി നേടിയിരുന്നു. ജില്ലയിൽ ആദ്യമായി 5 സ്മാർട്ട് അംഗൻവാടികൾ, 2500 ബയോഡൈജസ്റ്റർ പോട്ട് വിതരണം, ഗ്യാസ് ക്രിമിറ്റോറിയം, ആധുനിക ചേംബർ നിർമ്മാണം, ഗ്രാമവണ്ടി, ഹരിത കർമ്മസേന, ഹരിതമിത്രം ഗാർബേജ് ആപ്പ്, ഓട്ടോ, ഇന്ദ്രാംചിറ ശുദ്ധജല സംരക്ഷണ പദ്ധതി, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, തണ്ണീർക്കുടം പദ്ധതി, വനിതാ യോഗ പരിശീലനം, പ്ലാവ് ഗ്രാമം പദ്ധതി തുടങ്ങി നൂതന പദ്ധതികളാണ് പരിഗണിക്കപ്പെട്ടത്. മാതൃകാ തെരുവുവിളക്ക് പരിപാലന പദ്ധതി, സംസ്ഥാനത്തെ മികച്ച അമൃത സരോവർ ഇന്ദ്രാംചിറ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മണച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് കയാക്കിംഗ്, ഡയപ്പർ ഡിസ്ട്രോയർ, കോഴിമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റ്, ബൾക്ക് വാട്ടർ പദ്ധതി, നീതി ടീ സ്റ്റാൾ, ബഡ് സ്കൂൾ, ദിശാസൂചകങ്ങൾ സ്ഥാപിക്കൽ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഗ്രാമപഞ്ചായത്ത് പരിപൂർണമായും CCTV നിയന്ത്രണം എന്നിവയാണ് ഭരണസമിതി വിഭാവനം ചെയ്തിട്ടുള്ള പുതിയ പദ്ധതികൾ. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ വിജയം കൈവരിക്കാനായതെന്ന് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. 20 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും പ്രശസ്തി പത്രവും ഫെബ്രുവരി 19-ന് കൊട്ടാരക്കരയിൽ വെച്ച് നടക്കുന്ന പഞ്ചായത്ത് ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. CCTV ന്യൂസ്, കേച്ചേരി. പുരസ്കാര നിറവിൽ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2022-23 സാമ്പത്തിക വർഷത്തെ മികച്ച പഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം ജില്ലാതലത്തിൽ 2ാം സ്ഥാനമാണ് കാട്ടകമ്പാൽ പഞ്ചായത്ത് സ്വന്തമാക്കിയത്.
മറ്റു വാർത്തയിലേക്ക്, കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളും ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ഭാരത് ബന്ദ് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ നടക്കും. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ റോഡ് തടയലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ജനജീവിതത്തിന് തടസ്സമുണ്ടാകില്ല. രാവിലെ 10-ന് രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടാകുമെന്ന് സംസ്ഥാനത്തെ സമരസമിതി കോർഡിനേഷൻ ചെയർമാനും കേരള കർഷക സംഘം സെക്രട്ടറിയുമായ എം വിജയകുമാർ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമായി. ഭരണിവേലയിൽ വിവിധ ദേശ ഉത്സവ കുതിരകളടക്കം 14 കുതിരകൾ കാവേറി. അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് കുതിരവേല ആഘോഷിക്കുന്നത്. അശ്വതി നാളിൽ വേലൂർ ദേശ തിരിക്കുതിര, കുട്ടിക്കുതിര, അയ്യപ്പൻകാവ് കുട്ടിക്കുതിര എന്നിവ ക്ഷേത്രത്തിലെത്തി. ഭരണിവേലയിൽ ദേശകുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രാമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമുനഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തിനഗർ തുടങ്ങിയ കമ്മിറ്റികളുടെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തി. പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ചെണ്ടുകാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്രത്തിലെത്തി. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തി. രാത്രി 10-ന് പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. അരിപ്പറമേളത്തിന് പെരുവനം സതീശൻ മാരാർ നേതൃത്വം നൽകും. കാർത്തികവേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് കുതിരകൾ ഭഗവതിയോട് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് കുതിരവേലയ്ക്ക് സമാപനമാകുക. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനാകും. ഭരണിവേലയ്ക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. മണിമലർക്കാവ് വേലയ്ക്ക് മുറ തെറ്റിക്കാതെ ഇത്തവണയും എരുമപ്പെട്ടി ദേശകുതിര ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് ഇളമുറക്കാരുടെ ചുമലിലേറിയാണ് തട്ടകത്തമ്മയെ ദർശിക്കാൻ എരുമപ്പെട്ടി അയ്യപ്പൻകാവ് കുതിര എത്തുന്നത്. വൈകിട്ട് 3 മണിക്ക് തട്ടകത്തെ തച്ചൻ ഉണ്ണിയാശാരിയുടെ നേതൃത്വത്തിൽ നടത്തിയ കർമ്മങ്ങൾക്ക് ശേഷം എരുമപ്പെട്ടി ദേശ കമ്മിറ്റി സെക്രട്ടറി CM രഞ്ജൻ കുതിരയ്ക്ക് തല കൊളുത്തി. തുടർന്ന് തിരുവില്ലോമല ഹരിയുടെ പ്രമാണിത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ മണിമലർക്കാവിലേക്ക് യാത്ര ആരംഭിച്ചു. ഇന്ന് രാത്രിയിൽ കാവേറുന്ന കുതിര നാളത്തെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത് ക്ഷേത്രം വലം വെച്ച് തട്ടകത്തമ്മയ്ക്ക് ഉപചാരം ചൊല്ലി ദേശത്തേക്ക് മടങ്ങും. ദേശ കമ്മിറ്റി പ്രസിഡന്റ് MU രാഗേഷ്, ട്രഷറർ KJ ജിജീഷ്, ഭാരവാഹികളായ MC രാജേഷ്, KC ഷിജി, പപ്പൻ എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. പുന്നൂർക്കുളം അണ്ടത്തോട് ദർഗ ഷെരീഫ് ചന്ദനക്കുടം ആണ്ട് നേർച്ച വെള്ളി, ശനി ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പുന്നൂർക്കുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർഷം തോറും നടത്തിവരാറുള്ള അണ്ടത്തോട് ദർഗ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹയാത്തുൽ ഔലിയയുടെ ആണ്ടുനേർച്ചയ്ക്കാണ് വെള്ളിയാഴ്ച തുടക്കം കുറിക്കുന്നത്. വൈകിട്ട് 5-ന് അണ്ടത്തോട് ബീച്ചിൽ നിന്നും ഗ്ലാഡിറ്റേഴ്സ് ക്ലബിന്റെ ആദ്യ കാഴ്ച പുറപ്പെടും. ശനിയാഴ്ച രാവിലെ അണ്ടത്തോട് ബീച്ച് ചാലിൽ സുലൈമാന്റെ വീട്ടിൽ നിന്ന് കൊടിയേറ്റ കാഴ്ച ചന്ദനക്കുടവുമായി 10 മണിക്ക് പള്ളിയിലെത്തി നേർച്ചയ്ക്ക് കൊടിയേറ്റം നടത്തും. വൈകിട്ട് 5 മണി മുതൽ 13ഓളം ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കാഴ്ച ആരംഭിക്കും. അകലാട് മൊഹ്യുദ്ദീൻ പള്ളി മുതൽ പാലപ്പെട്ടി വരെയും തൃപ്പറ്റ്, നാക്കോല, കിഴക്കൻ മേഖലയിൽ നിന്നുമായി 13 കാഴ്ചകളുണ്ടാകും. അകലാട് നിന്നും ആരംഭിക്കുന്ന കാഴ്ച ഞായറാഴ്ച പുലർച്ചെ അണ്ടത്തോട് എത്തുന്നതോടെ ഈ വർഷത്തെ നേർച്ച സമാപിക്കും. ഇതിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലും വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ ഭാഗികമായി വാഹന നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് ചെയർമാൻ ചാലിൽ ഇസഹാഖ്, വൈസ് ചെയർമാൻ V ഷാജഹാൻ, കൺവീനർ സുഹൈൽ അബ്ദുള്ള, ജോയിന്റ് കൺവീനർ മുഹമ്മദ് അമീൻ, ട്രഷറർ K അലി എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. അണ്ടത്തോട് ചന്ദനക്കുട നേർച്ചയോടനുബന്ധിച്ച് വനം വകുപ്പിന്റെയും അണ്ടത്തോട് നേർച്ച കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നു. അണ്ടത്തോട് സെന്ററിൽ നടന്ന യോഗത്തിൽ തൃശൂർ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അനിൽകുമാർ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. നേർച്ച കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാഖ് അധ്യക്ഷത വഹിച്ചു. മറ്റു ഭാരവാഹികളായ സുഹൈൽ അബ്ദുള്ള, V ഷാജഹാൻ, അലി, അസ്ലം തെങ്ങിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസോൺ 444 ഓസ്മിയോ ക്രസന്റ് അബ്ലേഴ്സ്, ടീംസ് ഓഫ് നാക്കോല 310 റെഡ് ഹൗസ്, വെസ്റ്റേൺ 666 ടീംസ് തുടങ്ങി വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു.
കുന്നംകുളത്ത് എല്ലാ വാർഡുകളിലും മാലിന്യ സംസ്കരണത്തിന് യൂസർ ഫീ 100% കൗൺസിൽ യോഗം തീരുമാനിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 3ാം ഘട്ട സമാപന വേളയിൽ നടന്ന മാലിന്യ സംസ്കരണ ആലോചനാ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഫെബ്രുവരി 15 മുതൽ മാർച്ച് 30 വരെ നീണ്ടുനിൽക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് കൗൺസിൽ യോഗം രൂപം നൽകി. മാലിന്യം വലിച്ചെറിയുന്നവരെപ്പറ്റി 70 12 96 57 60 എന്ന നമ്പറിൽ വാട്സപ്പ് വഴി നഗരസഭയ്ക്ക് വിവരം നൽകാവുന്നതാണ്. വിവരമറിയിക്കുന്നവർക്ക് പിഴയുടെ 25% പ്രതിഫലം നൽകും. അതിദരിദ്രരെയും ആശ്രയക്കാരെയും യൂസർ ഫീയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. BPL കുടുംബങ്ങളെ യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. BJP അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. ഹരിതകർമ്മസേനയെ CPMന്റെ പോഷക സംഘടനയാക്കുന്നതിലും യൂസർ ഫീ കൊടുക്കുന്നതിൽ നിന്ന് BPL കുടുംബങ്ങളെ ഒഴിവാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് യോഗം ബഹിഷ്കരിച്ചതെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവും കൗൺസിലറുമായ KK മുരളി പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, ഷാജി ആലിക്കൽ, ബിജു സി ബേബി, ബീന രവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കില ശുചിത്വ മിഷൻ ഫാക്കൽറ്റി അംഗങ്ങളായ ഡോക്ടർ രാജേഷ്, രജനീഷ് രാജൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. കാലിക്കറ്റ് സർവകലാശാല BCom പരീക്ഷയിൽ 6ാം റാങ്ക് കരസ്ഥമാക്കിയ ബ്രഹ്മകുളം സ്വദേശി KL നവ്യയ്ക്ക് അനുമോദനവുമായി CPM ബ്രഹ്മകുളം ബ്രാഞ്ച് കമ്മിറ്റി. ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉപഹാരം നൽകി. ലോക്കൽ കമ്മിറ്റി അംഗം BR സന്തോഷ് അധ്യക്ഷനായി. ബ്രാഞ്ച് സെക്രട്ടറി TC ശ്രീജിത്ത്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീബിത ഷാജി, TP സന്ദീപ്, BM ഹരികൃഷ്ണൻ, സതി കൃഷ്ണൻ, നിരഞ്ജന B സന്തോഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥിയായ നവ്യ ബ്രഹ്മകുളം കുളാമൂച്ചി വീട്ടിൽ ലക്ഷ്മണന്റെയും സുലോചനയുടെയും രണ്ടാമത്തെ മകളാണ്. സഹോദരി ധന്യ CMA വിദ്യാർത്ഥിനിയാണ്. സംസ്ഥാനത്ത് ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റ് കുന്നംകുളം നഗരസഭയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. 17-ന് ഉച്ചതിരിഞ്ഞ് 3-ന് AC മൊയ്തീൻ MLA പ്ലാന്റ് നാടിന് സമർപ്പിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഞ്ചയിക പദ്ധതി പ്രകാരം 30 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് മലിനജല സംസ്കരണ പ്ലാന്റ്. പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന് 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ക്യാന്റീനിലെ ദ്രവമാലിന്യ സംസ്കരണത്തോടൊപ്പം പാഴ്ജലവും നഗരസഭാ ഓഫീസ്, കുട്ടികളുടെ പാർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ദ്രവമാലിന്യങ്ങളും പുനരുപയോഗിച്ച് പൂന്തോട്ടം നനയ്ക്കുന്നതിനും അനുബന്ധ ആവശ്യങ്ങൾക്കും പറ്റുന്ന തരത്തിലുള്ള ശുദ്ധജലമാക്കി മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ദുർഗന്ധവും നിറമാറ്റവും ഇല്ലാത്ത വിധമാണ് മലിനജലം സംസ്കരിച്ച് പുറത്തുവരിക. ചെന്നൈ ആസ്ഥാനമായുള്ള HECS കമ്പനിയാണ് 1 വർഷത്തെ മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള നടത്തിപ്പ് ചുമതലയോടുകൂടി പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. മുനിസിപ്പൽ എഞ്ചിനീയർ ബിനായ് ബോസിന്റെ പരിശ്രമ ഫലമായാണ് പ്ലാന്റ് നഗരസഭയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞതെന്ന് ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. ഫെബ്രുവരി 17-ാം തീയതി വൈകിട്ട് 3:30-ന് കുന്നംകുളത്ത് ബഹുമാനപ്പെട്ട MLA ശ്രീ AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിട്ടാണ് ഇത്. ഇതിനോടനുബന്ധിച്ച് അടുത്ത് കുന്നംകുളം നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ തുറക്കുളം മാർക്കറ്റ് എന്നീ സ്ഥലങ്ങളിലും ഈ വർഷത്തെ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ദ്രവമാലിന്യം ഒരു പരിധി വരെ ഒഴിവാക്കുക. തിരുത്തിക്കാട് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ദ്രവമാലിന്യത്തിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നത്. അവിടെയും നമുക്ക് ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ച് അവിടെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. 2 സെന്റ് സ്ഥലത്താണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. സുഭിക്ഷ ക്യാന്റീനിൽ നിന്നും 6,000 ലിറ്റർ മലിനജലവും നഗരസഭാ ഓഫീസ്, കുട്ടികളുടെ പാർക്ക് എന്നിവിടങ്ങളിൽ നിന്നും 2,000 ലിറ്റർ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ദ്രവമാലിന്യം ഒരു ദിവസം പ്ലാന്റിലെത്തി സംസ്കരിക്കാൻ കഴിയും. മറ്റു സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഈ പ്ലാന്റ് പ്രവർത്തനക്ഷമമാണെന്ന് കമ്പനി കേരള പ്രോജക്ട് ഇൻചാർജ് MV ശ്യാംപ്രകാശ് പറഞ്ഞു. സുഭിക്ഷ ക്യാന്റീൻ പ്ലാന്റിന്റെ വിജയകരമായ നടത്തിപ്പിനു ശേഷം നഗരസഭ, ബസ് സ്റ്റാൻഡ്, തുറക്കുളം മത്സ്യമാർക്കറ്റ് എന്നിവിടങ്ങളിലും സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, മുനിസിപ്പൽ സെക്രട്ടറി VS സന്ദീപ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി P ജോൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ തുടങ്ങിയവരും പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം.
ഗുരുവായൂർ നഗരസഭയിൽ നിന്ന് കെട്ടിട നമ്പർ ലഭിക്കുന്നതിനായി വ്യാജരേഖകൾ സമർപ്പിച്ച യുവാവിനെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലുവായ് ഏങ്ങാടി വീട്ടിൽ ഷനീലിനെയാണ് ടെമ്പിൾ SI VP അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നഗരസഭയിൽ സമർപ്പിച്ച രേഖ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. സുഹൃത്തുക്കൾ തമ്മിലുള്ള അടിപിടിയിൽ തലയ്ക്കടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാലയൂർ കണ്ണിക്കുത്തി പാലത്തിന് സമീപം തൈക്കണ്ടിപ്പറമ്പിൽ നാസറാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെ ചാവക്കാട് അമരാവതി ബാറിന് സമീപം വെച്ചാണ് സംഭവം. പരിക്കേറ്റ ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. പ്രതിയെ പോലീസ് പിടികൂടിയതായാണ് സൂചന. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂൾ 106-ാം വാർഷികാഘോഷം വെള്ളിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്യും. വിരമിക്കുന്ന അധ്യാപിക CA പ്രേമ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകും. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 2023-24 ജനകീയാസൂത്രണ പദ്ധതിയിലെ വിവിധ ഗുണഭോക്തൃ പദ്ധതി ഗുണഭോക്താക്കൾ ഫെബ്രുവരി 17 ശനിയാഴ്ചയ്ക്കകം രേഖകൾ ഹാജരാക്കണമെന്നും അല്ലാത്തപക്ഷം അടുത്ത ഗുണഭോക്താക്കളെ പരിഗണിക്കുമെന്നും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അറിയിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങ് PTA പ്രസിഡന്റ് PM അലി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക മേഴ്സി മാത്യു അധ്യക്ഷത വഹിച്ചു. അധ്യാപിക ജോളി അഗസ്റ്റിൻ ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ അധ്യാപകരായ മെഹർ, മഞ്ജു എന്നിവരെ PTA പ്രസിഡന്റ് PM അലി ആദരിച്ചു. പ്രിൻസിപ്പാൾ ജനീർലാൽ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. അകാലത്തിൽ പൊലിഞ്ഞ മകന്റെ ഓർമ്മദിനത്തിൽ അമ്മ എഴുതിയ വരികൾ വീഡിയോ ആൽബമാക്കി പുറത്തിറക്കി കുടുംബം. CCTV കേബിൾ ഓപ്പറേറ്റർ ചിറളയം സ്വദേശി ബിജുവിന്റെയും വീട്ടമ്മയായ ലിസയുടെയും മകനായ ആൽബിന്റെ 3ാം ഓർമ്മദിനത്തിലാണ് ആൽബത്തിന്റെ പ്രകാശനം നടന്നത്. അർബുദം കവർന്ന മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തുന്ന വരികളിലൂടെ പിറവിയെടുത്ത ഗാനത്തിന്റെ ചിത്രീകരണവും റെക്കോർഡിംഗും പൂർത്തിയാക്കി ആൽബിന്റെ 3ാം ഓർമ്മദിനത്തിലായിരുന്നു ആൽബി നിനക്കായി എന്ന വീഡിയോ ആൽബത്തിന്റെ റിലീസ്. എൻ്റെ രചന സംവിധാനം ചെയ്തിട്ടുള്ളത് ബാബുജിയാണ്. അതിൻ്റെ ഗാനരചന ചെയ്തിട്ടുള്ളത് റിസബിജു. അതിൻ്റെ ഗാനം ആലപിച്ചിട്ടുള്ളത് ഷാലിനി തോംസനാണ്. അഭിനയിച്ചിട്ടുള്ളത് TCVയുടെ റിപ്പോർട്ടറായ ആൻഡ്രോ കല്ലേരിയും CCTVയുടെ ന്യൂസ് എഡിറ്ററായ രമ്യയാണ്. അതിൻ്റെ പ്രകാശനമാണ് നടത്തുന്നത്. സന്തോഷമായി മുന്നോട്ടു പോയിരുന്ന ജീവിതത്തിനിടയിൽ അർബുദം ബാധിച്ച് 18ാം വയസ്സിൽ നഷ്ടപ്പെട്ട സ്വന്തം മകനെക്കുറിച്ചുള്ള ഓർമ്മകളും മകന്റെ മരണത്തെ തുടർന്ന് കുടുംബം അനുഭവിക്കുന്ന മാനസികാവസ്ഥയുമാണ് ആൽബത്തിന്റെ ഇതിവൃത്തം. ദമ്പതികളുടെ ആദ്യത്തെ കൺമണിയായ അരുമ മകനോടുള്ള ഒടുങ്ങാത്ത സ്നേഹത്തിൽ നിന്നും ലിസ എഴുതിയ വരികളിൽ നിന്നാണ് ഗാനം ചിട്ടപ്പെടുത്തിയത്. സംഗീതം നൽകി ഗാനം ആലപിച്ചിരിക്കുന്നത് ശാലിനി തോംസണാണ്. TCV റിപ്പോർട്ടറും വാർത്താ അവതാരകനുമായ ആൻഡ്രോ കല്ലേരിയും CCTV സീനിയർ സബ് എഡിറ്റർ രമ്യ സനിലുമാണ് ആൽബത്തിൽ മുഖ്യ കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുള്ളത്. ഹാൾഡ്രീൻ, നിരഞ്ജന എന്നിവർ കുട്ടികളുടെ കഥാപാത്രങ്ങളായി. KG ബാബുവാണ് ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നിനോയ് പോപ്പ് മീഡിയ ഓർക്കസ്ട്ര കൈകാര്യം ചെയ്തു. ക്യാമറയും എഡിറ്റിംഗും ദിനിലാണ് നിർവഹിച്ചത്. CO ബിജുവാണ് ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. ചൊവ്വന്നൂർ മരീന ഹോമിൽ നടന്ന ചടങ്ങിൽ ഗുഡ് ഷെപ്പേർഡ് ITI പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചിറപ്പണത്ത് CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസണ് നൽകി ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസ്, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, മരീന ഹോം മദർ സുപ്പീരിയർ സിസ്റ്റർ നിവ്യ, ആൽബത്തിന്റെ അണിയറ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ YouTube ചാനലിലൂടെയാണ് വീഡിയോ ആൽബം പുറത്തിറക്കിയിരിക്കുന്നത്. ദൈവമേ
CCTV. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടും മെയിന്റനൻസ് ഗ്രാന്റും വെട്ടിക്കുറിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയും കടങ്ങോട് പഞ്ചായത്ത് ഇടതുപക്ഷ ഭരണസമിതിയുടെ വികസന മുരടിപ്പിനെതിരെയും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ സംഘടനാ ചുമതല നിർവഹിക്കുന്ന കെ ജയശങ്കർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സൈബുന്നീസ ഷറഫു, രജിത ഷാജി അമ്മാട്ട്, കോൺഗ്രസ് നേതാക്കളായ സലാം വലിയകത്ത്, എ അബ്ദുൾ മജീദ്, AK അബ്ദുൽ കരീം, MP സിജോ, ബിജു ആദൂർ, സുനിൽ കുമാർ, ജസീർ കടങ്ങോട്, MS അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ചവലൂർപ്പടി KBM ശിവക്ഷേത്രം റോഡ് ഇന്ന് ടാർ ചെയ്യും, നാളെ ടാർ ചെയ്യും എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം 5 കഴിഞ്ഞു. ഇപ്പോൾ പൊടി തിന്ന് അസുഖബാധിതരായി ദുരിതം പേറുകയാണ് ഈ മേഖലയിലുള്ളവർ. പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ ഈ റോഡ് ടാർ ചെയ്യാനായി 2019-20 സാമ്പത്തിക വർഷം 48,50,000 രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നു. 2021 ഫെബ്രുവരി 11 ടാറിംഗ് കരാറും ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും റോഡ് ടാർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ടാർ ചെയ്യാത്തതെന്ന് നഗരസഭയിൽ ഉള്ളവർക്കും കൃത്യമായ മറുപടിയില്ല. ഇതേ തുടർന്ന് നിരവധി തവണ നാട്ടുകാർ കളക്ടർ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ പരാതി നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല. നാട്ടുകാർ ഒന്നടങ്കം ഒപ്പിട്ട പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ കൂടി കാന നിർമ്മാണത്തിനും അനുവദിച്ചു. എന്നാൽ പേരിന് കാന പണിതു എന്നല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഓരോ തവണ പരാതി നൽകുമ്പോഴും കുറച്ച് മെറ്റലോ ക്വാറിപ്പൊടിയോ നിരത്തും. പിന്നീട് ഈ വഴി ആരും തിരിഞ്ഞു നോക്കാറില്ല. ഗുരുവായൂർ നഗരസഭയുടെ 6, 7, 24, 25 വാർഡുകളിലൂടെ കടന്നുപോകുന്ന 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന് ഇരുഭാഗത്തും 100 കണക്കിന് വീടുകളുണ്ട്. 5 മാസം മുമ്പാണ് ഈ റോഡിൽ അവസാനമായി ക്വാറിപ്പൊടി നിരത്തിയത്. അന്നു മുതൽ പൊടി ശ്വസിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. പൊടിശല്യം മൂലം വീടിനകത്ത് പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ വാഹനം കഴുകിയിട്ടാൽ നിമിഷങ്ങൾക്കകം പൊടി വന്ന് നിറയും. വീടിനകത്തും പുറത്തും ഇതുതന്നെയാണ് അവസ്ഥ. വസ്ത്രങ്ങൾ അലക്കിയിടാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. പൊടി ശ്വസിച്ച് മേഖലയിലുള്ളവർ അസുഖബാധിതരായെന്നും നാട്ടുകാർ പറയുന്നു. പൊടിശല്യം സഹിക്കാനാകാതെ ഈ മേഖലയിലെ വീടുകളിലുള്ള പ്രായമായവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റീടെൻഡർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. റോഡ് ടാർ ചെയ്യാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മാത്രമാണ് കഴിഞ്ഞ ജനുവരി 3 ലഭിച്ച മറുപടിയിൽ പറയുന്നത്. ഇതും ഫലവത്തായിട്ടില്ല. ഈ ദുരിതത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്ന് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഈ ചോലൂർപ്പടി മുതൽ ഏകദേശം ശിവനാട വരെയുള്ള വീടുകളിൽ, റോഡ് സൈഡിലുള്ള വീടുകളിൽ ചുമയും തന്നെ ഈ പൊടി റോഡുള്ള ശല്യം കൊണ്ടുള്ള ഒരു അസുഖമില്ലാത്ത ഒരാൾ പോലും എല്ലാ വീട്ടിലും ഒരാളെങ്കിലും ഉണ്ടാവും ചുരുങ്ങിയത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് KBM റോഡിന് 5 വർഷമായിട്ട് 6 മാസം കൂടുമ്പോൾ ഇരുണ്ടിനോട് കരിങ്കല്ല് അടിച്ചിട്ട് ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പൊടിയാണ്, പൊടി ശല്യമാണ്. കണ്ടാലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ ഫുള്ളായിട്ട് പൊടി കൊണ്ട് അടിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. ഇപ്പൊ നാട്ടൂർ ഇങ്ങനെ പറയല്ലാണ്ട് വേറെ എന്ത് ചെയ്യുക? അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. എത്രയും പെട്ടെന്ന് ഈ ടാർ ചെയ്ത് ഈ മനുഷ്യര് ഈ ഭക്ഷണത്തിന് പകരം ഈ പൊടി തിന്നണതെന്ന് അതിനൊരു പരിഹാരം കാണുക. ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭ അഗതി മന്ദിരത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, കൗൺസിലർ KP ഉദയൻ, നഗരസഭാ എഞ്ചിനീയർ E ലീല എന്നിവർ സംസാരിച്ചു. നഗരസഭ NULM ഫണ്ടായ 50 ലക്ഷം രൂപയും നഗരസഭാ ഫണ്ടായ 9 ലക്ഷം രൂപയും ചേർത്ത് 59 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരണം പൂർത്തീകരിച്ചത്. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്ക് കാളയും കരിങ്കാളിയും തെയ്യക്കോലങ്ങളും നിറഞ്ഞാടി. 18 വർഷങ്ങൾക്ക് ശേഷം പാരമ്പര്യമായി വെളിച്ചപ്പാട് സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രം കോമരം, മുകനാംകുളങ്ങര മണികണ്ഠൻ, കീഴ്ക്കാവ് വെളിച്ചപ്പാട് എന്നിവരുടെ സംഗമം ഭക്തർ ഭക്തിയോടെ ആചരിച്ചു. കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം താഴത്തെക്കാവിൽ കാളയും കരിങ്കാളിയും തെയ്യക്കോലങ്ങളും നിറഞ്ഞാടിയതോടെ വേലമഹോത്സവത്തിലെ അശ്വതി വേല ഭക്തിസാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജകളായ ഗണപതി ഹോമം, നാട്ടുതാലത്തെ കോമരം അരിയെറിഞ്ഞ് ക്ഷേത്രത്തിൽ കയറ്റി ക്ഷേത്രപ്രദക്ഷിണവും നടത്തി. ഉഷപൂജ, പട്ടുംതാലിയും ചാർത്തൽ, നടക്കൽ പറവെപ്പ്, ഉച്ചപൂജ എന്നിവയുമുണ്ടായി. വൈകിട്ട് ക്ഷേത്രം കോമരം താഴത്തേക്കാവിലെത്തി കീഴ്ക്കാവിലെ കോമരത്തെ ഭഗവതി സന്നിധിയിലേക്ക് ആനയിച്ച് ഇരു കോമരവും ഉറഞ്ഞുതുള്ളി കൽപ്പന പറച്ചിൽ ഭക്തരുടെ മനം നിറഞ്ഞു.
തുടർന്ന് ഉത്സവങ്ങളെ കീഴ്ക്കാവിലെ കോമരം അരിയെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കയറ്റി. രാത്രി സേവാമിത്ര വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബീറ്റ്സ് ഓഫ് തൃശൂരിന്റെ ഗാനമേളയും ഉണ്ടായി. വെള്ളിയാഴ്ച കാർത്തിക ദിവസം രാവിലെ 11 മണിക്ക് ഗുരുതിപൂജ നടത്തി മതസൗഹാർദ്ദം വിളിച്ചോതുന്ന സംഗമഭൂമിയിൽ മഹാ അന്നദാനത്തോടെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവം സമാപിക്കും. രാവിലെ 9 മണി മുതൽ 5000-ഓളം പേർക്ക് കഴിക്കുന്ന രീതിയിലാണ് അന്നദാനം ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രം കോമരം മൂക്കാനാംകുളങ്ങര മണികണ്ഠൻ, തന്ത്രി മുല്ലപ്പള്ളി മനക്കൽ ശശിധരൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തിമാരായ മുകേഷ്, ശരത്ത്, കാവിലെ വെളിച്ചപ്പാട്, റെനീഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് പ്രമോദ് കിളിയമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി, അശോകൻ വെട്ടിശ്ശേരി, PV വിജയൻ, വസന്തൻ മൂക്കനാംകുളങ്ങര, പ്രജീഷ് മടപ്പാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർക്കുളം. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തോടനുബന്ധിച്ച് ചമ്മന്നൂർ വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സംഭാര വിതരണം നടത്തി. അശ്വതിവേല, കുംഭഭരണി, കാർത്തിക നാളുകളിലാണ് ഭക്തരുടെ ദാഹം അകറ്റി സംഭാരം വിതരണം ചെയ്തത്. തുടർച്ചയായി വേലനാളുകളിൽ സമിതി പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഭാരം വിതരണം ചെയ്യാറുണ്ട്. പ്രവർത്തകരായ വിനോദ് ചമ്മന്നൂർ, ഹരിദാസൻ, അനിൽ, സുരേഷ്, മറ്റു സമിതി പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 2.63 കോടി രൂപയുടെ ഭരണാനുമതിയായി. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായാണ് തുക ലഭ്യമായത്. കുന്നംകുളം VHSE വിഭാഗത്തിന്റെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. വിദ്യാലയത്തിലെ നിലവിലെ കെട്ടിടത്തിന് മുകളിൽ ഒരു നില ക്ലാസ് മുറികൾ കൂടി പണിയുന്നതിന് 63 ലക്ഷവും പുതിയ ലാബോറട്ടറി ബ്ലോക്കിന് 2 കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി സംസ്ഥാന കായികമേളയുടെ ഉദ്ഘാടനത്തിന് കുന്നംകുളത്തെത്തിയ മന്ത്രി V ശിവൻകുട്ടി സിന്തറ്റിക് ട്രാക്കിന്റെ കൈവശാവകാശമുള്ള VHCക്ക് പുതിയ കെട്ടിടം പണിയുന്നതിന് തുക അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച വിദ്യാലയത്തിൽ 1990 കാലഘട്ടത്തിലാണ് വൊക്കേഷണൽ ട്രെയിനിംഗ് വിഭാഗം ആരംഭിച്ചത്. നിലവിൽ 4 കോഴ്സുകളിലായി 231 വിദ്യാർത്ഥികളാണ് ഉള്ളത്. അധ്യാപകരുൾപ്പെടെ 19 ജീവനക്കാരും പ്രവർത്തിക്കുന്നു. CCTV ന്യൂസ് കുന്നംകുളം. എൻലെറ്റ് തൃത്താലയുടെ ഭാഗമായി രക്ഷിതാക്കൾക്ക് പോസിറ്റീവ് പാരന്റിംഗ് എന്തിന് എന്ന വിഷയത്തെക്കുറിച്ച് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രജീഷ് അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും MPTA പ്രസിഡന്റുമായ നിഷ അജിത് കുമാർ, തൃത്താല BRCയിലെ CRC കോർഡിനേറ്റർ സൽമത്ത്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സുനിൽ CV എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ ഇടപെടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാന അധ്യാപിക TS ദേവിക ക്ലാസ് എടുത്തു. തുടർന്ന് വിവിധ സെഷനുകളിൽ അധ്യാപകരായ നസിദ, സന്തോഷ്, സമിത തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 72ാം സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷനും കോർപ്പറേറ്റ് മാനേജറുമായ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗുരുവായൂർ നഗരസഭാ വാർഡ് കൌൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി. സഭാ കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. സഭാ ആത്മായ ട്രസ്റ്റി ബിനോയ് P മാത്യു, സഭാ സെക്രട്ടറി ഗീവർ മാണി, PTA പ്രസിഡന്റ് CM അഷറഫ്, MK ജോൺ മാസ്റ്റർ, OSA ഓർമ്മകളുടെ കുട്ടിക്കാലം പ്രസിഡന്റ് ബഷീർ പൂക്കോട്, ലീന ചാണ്ടി, KB ബിജു, സ്കൂൾ ചെയർപേഴ്സൺ ആയിഷ ഫിദ എന്നിവർ സംസാരിച്ചു. കേരള സ്കൂൾ കലോത്സവത്തിൽ അറബിക് മുഷാഅറയിൽ A ഗ്രേഡ് നേടിയ മുഹമ്മദ് ഷമീം ഷഹസാദ്, വടംവലി മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ മത്സരിച്ച +1 സയൻസിലെ ദിയ ഡേവിസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MA മൾട്ടിമീഡിയയിൽ 1ാം റാങ്ക് നേടിയ ഭാഗ്യ KP എന്നിവരെ യോഗത്തിൽ അനുമോദിച്ചു. PTA കൺവീനർ ലിബി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പാൾ പ്രീതി PS സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കൺവീനർ ജിഷി C ജോർജ് നന്ദി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കൺവീനർമാരായ KV ബിജു, ജിഷി C ജോർജ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർക്കുളം. പുന്നയൂർ പഞ്ചായത്ത് കവിയൂർ കൈനേക്കൽ പാലം പരിസരത്ത് പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിം ഉദ്ഘാടനം നടത്തി. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ് തുടങ്ങി ജനപ്രതിനിധികളും സാമൂഹ്യ പൊതുപ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. എളവള്ളി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി.
നട തുറക്കലിന് ശേഷം പുലർച്ചെ 4 മണിക്ക് നിർമ്മാല്യ ദർശനവും തുടർന്ന് അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ തുടങ്ങിയ കർമ്മങ്ങളും നടന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3:30 വരെ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുണ്ടായി. കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കലാമണ്ഡലം ബാലകൃഷ്ണനും പാലപ്പുറം മോഹനനും പഞ്ചവാദ്യത്തിന് പ്രമാണിത്വം വഹിച്ചു. തുടർന്ന് മേളഭാഗ്യശ്രീ അടാട്ടുകുട്ടന്റെ പ്രമാണിത്വത്തിൽ ചെണ്ടമേളവും അരങ്ങേറി. 5:30 കൂട്ടിയെഴുന്നള്ളിപ്പും 6:30 ദീപാരാധനയുമുണ്ടായി. തുടർന്ന് വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കലാരൂപങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. 7 മണിക്ക് കേളിയും തുടർന്ന് അത്താഴപൂജയും 10:30 ഡബിൾ തായമ്പകയും നടന്നു. പുലർച്ചെ 12:30 ദേശവലത്തിനു ശേഷം 1 മണിക്ക് എഴുന്നള്ളിപ്പിന് ആരംഭം കുറിക്കും. പൂരം തലേന്ന് രാവിലെ ദേവി മാഹാത്മ്യ പാരായണം, വൈകിട്ട് 5:30 ചിന്തുപാട്ട്, 6:30 കല്ലൂർ ഉണ്ണികൃഷ്ണനും കല്ലുവഴി പ്രകാശനും നയിച്ച 101 കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളവും അരങ്ങേറിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ മലങ്കര റൂസിയ ഫെർട്ടിലിറ്റി സെന്റർ എന്ന പേരിൽ പുതിയ ഒരു വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചു. റൂസിയ ഹെൽത്ത് കെയർ ഫെർട്ടിലിറ്റി ആൻഡ് ലാപ്രോസ്കോപ്പിക് സെന്ററുമായി സഹകരിച്ചാണ് പുതിയ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ട്രഷറർ മോൻസി അബ്രഹാം, സൂപ്രണ്ട് ഡോക്ടർ മോഹൻ തോമസ്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യൂസ്, ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജാനകി, ഡോക്ടർ സാറ തോമസ്, ഡോക്ടർ ദേവിക, റൂസിയ ഹെൽത്ത് കെയറിലെ കാർത്തിക് സന്തോഷ്, ആശുപത്രി ഡയറക്ടർ ഐസക് പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ, പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേല വർണ്ണാഭമായി ആഘോഷിച്ചു. വേല ദിവസം ക്ഷേത്ര മേൽശാന്തി വിഘ്നേശ്വരൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, പറയെടുപ്പ് എന്നിവ നടന്നു. ആചാരപ്രകാരം ഊരാളൻ നടക്കൽപ്പറ സമർപ്പിച്ചതിനു ശേഷമാണ് ഭക്തരുടെ പറയെടുപ്പ് നടന്നത്. ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 4 മേളം, ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്, കുതിരവേല എന്നിവയും നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്നും തട്ടകവാസികളുടെ ചുമലിലേറി ആർപ്പുവിളികളോടെ എത്തിയ പൊയ്ക്കുതിരകൾ ക്ഷേത്രം വലം വെച്ച് സ്ഥാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു. ഇതിനുശേഷം പൂർവാചാര വേലകളായ തേര്, വെളിച്ചപ്പാട്, കാള, പൂതൻ, തിറ, മേളം, കാവടി, നാദസ്വരം, ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പഞ്ചവാദ്യം നടന്നു. നാളെ തായമ്പക, കാർത്തികവേല, കളരിപ്പറ, മേളം, താലം, കുതിരവേല എന്നിവ നടക്കും. ഭഗവതി കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട്, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കിഴക്കൂട്ട്, സെക്രട്ടറി ബാബു വടുതല, ട്രഷറർ സുരേഷ് ഇറക്കത്ത്, ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട്, സെക്രട്ടറി വിഷ്ണു വിൽക്കുറ്റിൽ, ട്രഷറർ മനീഷ് വള്ളിക്കാട്ടിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ, വഴിപാടുകൾ എന്നിവയുണ്ടായി. ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ക്ഷേത്രത്തിൽ കുതിരകളുടെ ക്ഷേത്ര പ്രദക്ഷിണത്തിന് ശേഷം ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകളെത്തി. പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം നാടൻ കലാരൂപങ്ങളും പരമ്പരാഗത വേലകളും ക്ഷേത്രത്തിലെത്തി. വൈകിട്ട് നിറമാല, കേളി, തായമ്പക എന്നിവയുമുണ്ടായി. രാത്രി പൂരത്തിന് ശേഷം പുലർച്ചെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് സമാപനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സവർണ ആധിപത്യത്തിനെതിരെ നടന്ന ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയ്ക്കായി ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുന്നു. കുംഭമാസത്തിലെ ഭരണിനാളിലാണ് ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തുന്ന കുതിരവേല ആഘോഷിക്കുന്നത്. 18 ദേശങ്ങളുടെ കുതിരവരവിനും വിവിധ ദേശവേലകൾക്കും അരിപ്പറ, അരിത്താലം എന്നിവയ്ക്കും പ്രസിദ്ധമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മണിമലർക്കാവ് ദേവീക്ഷേത്രം. ഭക്തരെ ദോഷങ്ങളിൽ നിന്നും ദീനങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ഭഗവതി ഭക്ഷണത്തിന് മുട്ടുവരുത്താതെ ധാന്യമണികളെ മലരും അന്നവുമാക്കി ഊട്ടി പരിപാലിക്കുമെന്നുള്ളതും ഇവിടത്തെ വിശ്വാസമാണ്. 800 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവതി കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞുവരുന്ന ചെങ്ങഴിക്കോട് നമ്പ്യാരുടെ പടനായകനായ ഒറ്റയിൽ നായരുടെ കുടപ്പുറത്തേറി വേലൂരിലെത്തിയത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദേവി പിന്നീട് ഭക്തരുടെ സർവൈശ്വര്യങ്ങൾക്കും കാരണമായി. പിന്നീടാണ് ചെങ്ങഴിക്കോടന്റെ പരിധിയിൽ വരുന്ന മണിമലർക്കാവ് തട്ടകത്തിലെ 18 ദേശത്തെ തട്ടക നിവാസികളും സമുദായങ്ങളും കുടപ്പുറത്ത് വന്ന ദേവിയെ വെള്ളോടി സ്ഥാപിച്ച് കുതിരപ്പുറത്ത് ഭഗവതി സങ്കല്പമായി അനുസ്മരിക്കുന്ന കുതിരവേല ആരംഭിച്ചത്. കുംഭമാസത്തിലെ ഭരണിനാളിലായി ആഘോഷിക്കുന്ന കുതിരവേലയ്ക്ക് മുന്നോടിയായി നടത്തുന്ന പറയെടുപ്പ് തുടങ്ങുന്നതോടെ തട്ടക നിവാസികളും സമുദായങ്ങളും വേലക്കൊരുങ്ങുകയായി. ദേശപ്രതിനിധിയായ ദേവിയുടെ കുതിരകൾക്കൊപ്പം വേലയ്ക്ക് മാറ്റേകാനായി വിവിധ കുതിര സമുദായങ്ങളും പ്രാചീന കലാരൂപങ്ങളും കുതിരകളുമായി ക്ഷേത്രത്തിലെത്തും.
ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ജാതീയ അനാചാരങ്ങൾക്കെതിരെ നടത്തിയ സമരങ്ങൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. സ്ത്രീകളുടെ വിമോചന സമരമായി കാണുന്ന അരിത്താലത്തിൽ മാറുമറച്ചു നിൽക്കാനുള്ള അവകാശ പോരാട്ടം, അരിപ്പറയിൽ സവർണർക്കൊപ്പം താളമെടുക്കാനുള്ള അവർണരുടെ സമരം എന്നിവയെല്ലാം ഇവിടെ നടന്നിട്ടുള്ള സമരങ്ങളാണ്. കരവിരുതിന്റെ സൗന്ദര്യം കുതിരകളുടെയും വർണ്ണക്കാവടികളുടെയും രൂപത്തിൽ നിറകാഴ്ചയായി ഈ ദിവസങ്ങളിൽ പെയ്തിറങ്ങുമ്പോൾ ദേവീകടാക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് ജാതിമതഭേദമന്യേ ആയിരങ്ങളാണ് സാക്ഷിയാവുക. CCTV ന്യൂസ്, വേലൂർ. 4.5 പതിറ്റാണ്ടുകാലത്തെ ഇടവേളയ്ക്കു ശേഷം വെള്ളാറ്റഞ്ഞൂർ ദേശക്കുതിര വേലൂർ മണിമലർക്കാവ് കുതിരവേലയിലേക്ക് ജാതിമത ഭേദമന്യേ പ്രായമായവരും ചെറുബാല്യങ്ങളും ഒത്തുചേർന്നാണ് കുതിരയെ മണിമലർക്കാവിലെത്തിക്കുന്നത്. ചരിത്ര സങ്കല്പങ്ങളിൽ ഭഗവതിമാർ തമ്മിൽ സ്നേഹബന്ധത്തിന്റെയും രക്തബന്ധങ്ങളുടെയും കഥയാണുള്ളത്. കൂട്ടുമൂച്ചിക്കൽ ഭഗവതിയും മണിമലർക്കാവ് ഭഗവതിയും കൂട്ടുപിരിയാത്ത ബന്ധമാണുള്ളത് എന്നാണ് ഐതിഹ്യം. 45 വർഷങ്ങൾക്ക് മുമ്പ് ദേവീ സങ്കല്പവുമായി പട്ടുകുതിരയും കുട്ടിക്കുതിരയുമായി മുതിർന്നവരും ചെറുബാല്യങ്ങളും വേലയിൽ പങ്കെടുത്തിരുന്നു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആർപ്പുവിളികളോടെ കുതിരയെ എഴുന്നള്ളിച്ചിരുന്നത് കണ്ടവർ ഇന്നു കുറവാണ്. ഒരു ഭരണിവേലയിൽ സ്ഥാനത്തെ ചൊല്ലി തർക്കം വരികയും കുതിരയെ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാതെ തിരികെ കൊണ്ടുവരികയുമായിരുന്നു. വരും വർഷങ്ങളിൽ പ്രശ്നവശാൽ പ്രായശ്ചിത്തം ചെയ്ത് ഇനി മുതൽ കുതിരയെ കൊണ്ടുപോകേണ്ടതില്ല എന്ന തീരുമാനം ക്ഷേത്ര കമ്മിറ്റി എടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഓരോ ക്ഷേത്ര പൊതുയോഗത്തിലും ചെറുബാല്യങ്ങൾ കുതിരയെ കൊണ്ടുപോകാനുള്ള ആവശ്യം ഉന്നയിക്കാറുണ്ടായിരുന്നു. ഈ വർഷം ദേശക്കാർ ജാതിമത ഭേദമന്യേ ഒത്തുചേരുകയും പുതിയ കുതിരയ്ക്ക് കൂട്ടുമൂച്ചിക്കൽ ക്ഷേത്രഭരണ സമിതി അനുവാദം കൊടുക്കുകയുമായിരുന്നു. നാട്ടുകാർ ഒത്തുചേർന്നതോടെ പുതിയ കുതിരയും കുതിരപ്പുര ഉണ്ടാക്കുകയും ചെയ്തു. പട്ടുചുറ്റിയ ഭഗവതി കുതിരയ്ക്കു മുകളിൽ വെള്ളോടിയും പട്ടുകുടയും ചേർന്നാണ് പുതിയ കുതിരയെ നിർമ്മിച്ചിട്ടുള്ളത്. വറുതിയിലും കെടുതിയിലും കിടാങ്ങളുടെ മുൻപും പിൻപും നിന്ന് ദീനങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് പണിക്കും ഭക്ഷണത്തിനും മുട്ടുവരുത്താതെ ധാന്യമണികളെ മലരാക്കി അന്നമാക്കി ഊട്ടിപ്പരിപാലിച്ച ഭഗവതിയുടെ വേലയ്ക്ക് വെള്ളാറ്റഞ്ഞൂർ ദേശം ഈ വർഷം സാന്നിധ്യം അറിയിക്കുകയാണ്. നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങുന്ന കുതിരവേലയ്ക്ക് നാടിളകി, ജനത ഇറങ്ങി. പട്ടുകുതിരയുമായി ആർപ്പുവിളികളുമായി സ്വപ്ന സാക്ഷാത്കാരവുമായാണ് കുതിരവേലയ്ക്കെത്തുന്നത്. CCTV ന്യൂസ്, വേലൂർ. വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ച് നടന്ന ദേശപ്പറ സമാപിച്ചു. പറയെടുപ്പിനോട് ചേർന്ന് നടന്ന നടക്കൽ പറയ്ക്ക് സമാപന ദിവസം വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തുടർന്ന് നടന്ന നടക്കൽ പറയ്ക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഭരണിവേലയിൽ ദേശകുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രാമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ ദേശകുതിര, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമുനഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുർമാൽ, ശാന്തിനഗർ തുടങ്ങിയ കമ്മിറ്റികളുടെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. രാത്രി 10-ന് പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ 101-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. തയ്യൂർ ദേശകുതിര ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ഫാൻസി വെടിക്കെട്ട് നടക്കും. കാർത്തികവേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് തുടങ്ങിയവരടങ്ങുന്ന കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. CCTV ന്യൂസ്, വേലൂർ. മണിമലർക്കാവ് കുംഭഭരണി വേലയ്ക്കെത്തുന്ന ആദ്യ കുതിരയാണ് തയ്യൂർ ദേശക്കുതിര. ഭരണിവേല പ്രൗഢഗംഭീരമാക്കുന്നതിൽ പ്രഥമ സ്ഥാനം തയ്യൂർ ദേശക്കുതിരയ്ക്കു തന്നെ. കുംഭഭരണി ദിവസം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ തയ്യൂർ ദേശക്കാർ ഉത്സവലഹരിയിലും ആഘോഷത്തിമിർപ്പിലുമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിക്കാതെ ഒരു ദേശമാകെ തലയുയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദേശക്കുതിരയെ എഴുന്നള്ളിക്കുന്നത്. മത്സരബുദ്ധിയോടെ മണിമലർക്കാവിന്റെ പാരമ്പര്യവും അന്തസ്സും ഉയർത്തി ഭരണി മഹോത്സവത്തിൽ പങ്കാളിയാകുന്ന ആദ്യ പട്ടുചുറ്റിയ ഭഗവതി കുതിരയും ഇതുതന്നെയാണ്. തയ്യൂർ ലോകർത്തിക്കാവ് ഭഗവതിയുടെ അകമ്പടിയോടെ മണിമലർക്കാവിലേക്കുള്ള തയ്യൂർ ദേശക്കുതിരയുടെ എഴുന്നള്ളിപ്പു ചടങ്ങുകൾ ഭരണി ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആരംഭിക്കുക. പാരമ്പര്യ അവകാശികളായ വട്ടപ്പറമ്പിൽ മൂത്താശാരി തല പൂജ ചെയ്ത് കൊളുത്തുന്നതോടെ ആചാരവിടി മുഴങ്ങും. പുതിയ തിരശീലയും പുത്തൻ പട്ടും ചാർത്തി അലങ്കരിച്ച ദേശക്കുതിര തയ്യൂർ ലോകർത്തിക്കാവ് ഭഗവതിയുടെ ജീവയേജസ്സിനെ ആവാഹിച്ച് ഭഗവതിയുടെ ചൈതന്യവുമായി മാറുമെന്നാണ് സങ്കല്പം. നാടൻ കലാരൂപങ്ങളും നാട്ടുകാഴ്ചകളും പാരമ്പര്യ അവകാശങ്ങൾ നിലനിർത്തുന്ന നായാടിയും കരിങ്കാളിയും കാളക്കളിയും തിറയും പൂതനുമൊക്കെ കുതിരയെഴുന്നള്ളിപ്പിനെ പിൻപറ്റും.
ലോകരത്തിക്കാവ് ക്ഷേത്രം കോമരം പട്ടുടുത്ത് അരമണി കെട്ടി ചിലമ്പും വാളും കയ്യിലെടുത്ത് കുതിരയെ വലം വെച്ച് ആർപ്പു വിളിക്കുന്നതോടെ ആചാരവിധി മുഴങ്ങും. തുടർന്നാണ് ഭരണിവേലയുടെ ആദ്യ എഴുന്നള്ളിപ്പ് നടന്നത്. ദേശക്കാരുടെ തോളിലേറി കുതിര മണിമലർക്കാവിലേക്ക് നാദവർണ്ണങ്ങളിൽ ചേരുകയും സന്ധ്യയ്ക്ക് 6:50 ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ സ്വന്തം സ്ഥാനത്ത് ഇരുപ്പുറപ്പിക്കുകയും ചെയ്തതോടെയാണ് ഭരണിവേലയിൽ മറ്റു കുതിരകൾ ക്ഷേത്രമതിൽക്കെട്ടിൽ പ്രവേശിച്ചത്. CCTV ന്യൂസ്, വേലൂർ. പുതുതായി നിർമ്മിച്ച വെള്ളാറ്റഞ്ഞൂർ ദേശ കുതിരപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്ര ഉത്സവപ്പറമ്പിലാണ് കുതിരപ്പുര നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രം മുൻ മേൽശാന്തി മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കുതിര കമ്മിറ്റി പ്രസിഡന്റ് KM ഭവിൻ, സെക്രട്ടറി KN ബാബു, ട്രഷറർ KM ബിജു, രക്ഷാധികാരി PN അനിൽ, കൂട്ടുമുച്ചിക്കൽ ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തയിലേക്ക്. പട്ടികജാതി ക്ഷേമ സമിതി മണലൂർ ലോക്കൽ കൺവെൻഷൻ നടന്നു. അംബേദ്കർ റോഡ് പരിസരത്ത് നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം PKS ജില്ലാ കമ്മിറ്റി അംഗം PV മണി ഉദ്ഘാടനം ചെയ്തു. അരുൺ ആനന്ദ് അധ്യക്ഷനായി. PKS ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ, പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത്, CR രമേശ്, MT രാജൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചിറളയം ഹോളി ചൈൽഡ് GUP സ്കൂളിന്റെ 99ാം വാർഷികം ആഘോഷിച്ചു. എത്രയോ തലമുറകളെ വാർത്തെടുത്തതിൻ്റെ ഒരു സുന്ദരമായ ഓർമ്മയാണ്. ഇവിടെ ഇപ്പോൾ തന്നെയുള്ള എന്നെപ്പോലെ മുതിർന്ന പലരും അവരും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെയും മക്കളും ഇവിടെ ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ടാകും. ഒരു തലമുറയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിന് ഈ വിദ്യാലയത്തിന് വളരെയേറെ പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. നെയ്ബോർ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂളിന്റെ 99ാം വാർഷികാഘോഷം തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ ക്രിസ്റ്റിൻ CMC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി റവറൻ ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സിനിമാ ബാലതാരം ഈത്തൽ ഇവാന ഷൊറിൻ വിശിഷ്ടാതിഥിയായി. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻസ ജോസ് CMC വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃശൂർ നിർമ്മല പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ മരിയ ജോസ് CMC, ചിറളയം ഹോളി ചൈൽഡ് കോൺവെന്റ് ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻജോ CMC, SSG മെമ്പർ VC ഗീവർഗീസ്, വിദ്യാലയ സൗഹൃദ സമിതി പ്രസിഡന്റ് TC ഷാജി, OSA പ്രസിഡന്റ് ജോളി C. ഐപ്പ്, പൂർവ്വ അധ്യാപക പ്രതിനിധി NP അനി, കുന്നംകുളം YMCA പ്രസിഡന്റ് ഷൈജൻ ജോബ്, MPTA പ്രസിഡന്റ് നിമ്മി ഷാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ്, കുന്നംകുളം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദൃശ്യം ഐ കെയറുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. നഗരസഭയുടെ പൊറക്കളയങ്ങാട് പകൽവീട്ടിൽ നടത്തിയ ക്യാമ്പ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSSPU യൂണിറ്റ് പ്രസിഡന്റ് VR അബിയയുടെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലറും നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷനുമായ PK ഷിബിർ, KSSPU ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, സെക്രട്ടറി CG ജോബ് രാജ്, ട്രഷറർ PP കൊച്ചു തെരേസ്യ, നോർത്ത് യൂണിറ്റ് സെക്രട്ടറി ഡെന്നി ജോബ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ സ്വാഗതവും ട്രഷറർ TA പ്രേമരാജൻ നന്ദിയും പറഞ്ഞു. ദൃശ്യം ഐ കെയർ ആശുപത്രിയിലെ ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ടിയ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിൽ നേതൃത്വം നൽകി. രാവിലെ 10 ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ 80ഓളം പേർ പങ്കെടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഗ്രാമോത്സവത്തിൽ തൊഴിലവസരങ്ങളെയും പരിശീലന പരിപാടികളെയും കുറിച്ച് ബോധവൽക്കരണം നടത്തി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റും എളവള്ളി ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയായ ഗ്രാമോത്സവം തൃശൂർ എളവള്ളി സാമ്പത്തികോദ്ധാരണ സംഘം ഹാളിൽ പുരോഗമിക്കുകയാണ്. 2ാം ദിവസമായ വ്യാഴാഴ്ച സ്വയം തൊഴിൽ, സംരംഭ സാധ്യതകളും ഗവൺമെന്റ് പദ്ധതികളും എന്ന വിഷയത്തിൽ കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഡയറക്ടർ കൃഷ്ണമോഹൻ, സായുധ സേനകളിലെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ 24 കേരള NCC ബറ്റാലിയൻ മേജർ സ്റ്റൈജു എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ്, തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആധാർ വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള സൗകര്യം, കേരള ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, കേന്ദ്ര സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി. ബോധവൽക്കരണ പരിപാടി വെള്ളിയാഴ്ച സമാപിക്കും. CCTV ന്യൂസ്, കേച്ചേരി.
അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് 2 വർഷത്തിൽ കൂടുതൽ അംശാദായം കുടിശ്ശികയായി അംഗത്വം നഷ്ടപ്പെട്ടവർക്ക് പുതുക്കാൻ അവസരം നൽകുന്നു. ബോർഡിൽ നടന്നുവരുന്ന ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി പിഴയും കാലതാമസവുമില്ലാതെ വരിസംഖ്യ അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അദാലത്ത് ജില്ലാ ഓഫീസിൽ നടന്നുവരുന്നതായും അംഗങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നതായും എന്നാൽ ഓഫീസ് കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റണമെന്നും അസംഘടിത തൊഴിലാളി യൂണിയൻ BMS ജില്ലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണനും AICTU ജില്ലാ സെക്രട്ടറി MD രാജീവും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അദാലത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദാലത്തിൻ്റെ ഉദ്ദേശം വളരെ കാലമായിട്ട് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് മുടങ്ങിപ്പോയ ആളുകൾക്ക് തീർച്ചയായും പുതുക്കാനുള്ളൊരു നല്ല അവസരമാണ്. ഈ ഒരു അവസരം എത്രയും പെട്ടെന്ന് തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബോർഡ് ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ്റെ ഒരു പാതയിലാണ്. അപ്പോൾ നിങ്ങൾ ഡാറ്റകൾ തരികയാണെങ്കിൽ അവരുടെ ഡാറ്റകൾ തരികയാണെങ്കിൽ അതെല്ലാം ബോർഡ് ഈ സമയങ്ങളിൽ ഫ്രീ ആയി തന്നെ ഡിജിറ്റലൈസേഷൻ ചെയ്ത് നൽകുന്നുണ്ട്. ഇതുമൂലം ഭാവിയിൽ നമുക്ക് നേരിട്ട് തന്നെ ഓൺലൈനായിട്ട് കുന്നംകുളം ബോയ്സ് സ്കൂളിലെ VHSC വിഭാഗത്തിന്റെ NSS യൂണിറ്റിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി LED മെസ്സേജ് ബോർഡ് സ്ഥാപിച്ചു. കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷെബീർ മെസ്സേജ് ബോർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപയോഗശൂന്യമായ പേനകൾ നിക്ഷേപിക്കുന്നതിനും പെൻബിന്നും സ്ഥാപിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് VK സുനിൽകുമാർ നിർവഹിച്ചു. അധ്യാപകർ, പ്രോഗ്രാം ഓഫീസർ ജസ്ന MT എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc അനസ്തേഷ്യ വിഭാഗത്തിൽ 8ാം റാങ്ക് നേടിയ കാട്ടകമ്പാൽ രാമപുരം സ്വദേശി രേഷ്മ ജയകൃഷ്ണനെ പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ അനുമോദിച്ചു. TK പ്രഹ്ലാദൻ, വിദ്യാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നവമാധ്യമ കാഴ്ച. കല എന്നത് ദൈവം അനുഗ്രഹിച്ചു തരുന്ന കഴിവാണ്. അത് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാമെന്നത് സ്വന്തം അധ്വാനത്തെയും ആത്മസമർപ്പണത്തെയും ആശ്രയിച്ചിരിക്കും. കൈകളിൽ ചിത്രം വരയുടെ മായാജാലം തീർക്കുന്ന കാഴ്ചകളാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയ്ക്കായി വടക്കേക്കാട് നിന്ന് രുക്മ്യ സുധീർ നൽകിയിട്ടുള്ളത്. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ ഒരു നീയൻ ലോലമാമി ഏകതാരയിൽ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5660 രൂപ, പവന് 45,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 76 രൂപ. ചരമം ചാലിശ്ശേരി പടാട്ടുകുന്ന് കാഞ്ഞിക്കുണ്ടിൽ മുഹമ്മദ് മൗലവി നിര്യാതനായി 86 വയസ്സായിരുന്നു. ഖബറടക്കം പട്ടിശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമ, സക്കീന, ഹഫ്സ, ഷെരീഫ്, റഫീഖ് എന്നിവർ മക്കളാണ്. കൊച്ചന്നൂർ 8ാം തറയിൽ മമ്മി നിര്യാതനായി 103 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. ഐഷ ഭാര്യയാണ്. ഫാത്തിമ, അബൂബക്കർ, സൈനബ, ഉമർ, അലി, റഹ്മത്ത്, ഉസ്മാൻ, ലൈല, നഫീസ, സലിം എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് പമ്പ് ഹൗസ് റോഡ് കണ്ണാടി വളപ്പിൽ വീട്ടിൽ ചന്ദ്രൻ നിര്യാതനായി 74 വയസ്സായിരുന്നു. സുബീഷ്, സുധീഷ്, സുബിത എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തിതീര ശ്മശാനത്തിൽ നടന്നു. മുണ്ടൂരിൽ താമസിക്കുന്ന കുന്നംകുളം കോട്ടയിൽ റോഡിൽ കണ്ണനായ്ക്കൽ പരേതനായ ഇട്ടൂപ്പ് മകൻ വിൽസൺ നിര്യാതനായി 65 വയസ്സായിരുന്നു. കുന്നംകുളത്തെ ആദ്യകാല ഫോട്ടോഗ്രാഫറായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. റീനയാണ് ഭാര്യ. റിവിൻ, നിവിൻ, നിയ എന്നിവർ മക്കളാണ്. അഞ്ഞൂർ ചിരിയങ്കണ്ടത്ത് ദേവസി മകൻ ചാക്കോ നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 സെന്റ് ഫ്രാൻസിസ് കത്തോലിക്ക പള്ളിയിൽ നടക്കും. തങ്കമ്മ ഭാര്യയും ചെൽസി, ഡാനിയ എന്നിവർ മക്കളുമാണ്. പുന്നൂർകുളം ചമ്മന്നൂർ ലക്ഷമേട് കോളനിയിൽ താമസിക്കുന്ന പരേതനായ മേനോത്ത് തുപ്രു മകൻ അനിൽകുമാർ നിര്യാതനായി 54 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ആറ്റുപുറം നിദ്രാലയം വൈദ്യുതി ശ്മശാനത്തിൽ മല്ലിക ഭാര്യയും അനന്തു, ആതിര എന്നിവർ മക്കളുമാണ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളും ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ഭാരത് ബന്ദ് നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ റോഡ് തടയും. കേരളത്തിൽ പ്രകടനം മാത്രം, ജനജീവിതത്തെ ബാധിക്കില്ല. സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് പുരസ്കാരം പ്രഖ്യാപിച്ചു. ഗുരുവായൂർ മികച്ച നഗരസഭ, പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, വടക്കാഞ്ചേരി മികച്ച 2ാമത്തെ നഗരസഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. എളവള്ളി തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമായി. ഭരണിവേലയിൽ വിവിധ ദേശ ഉത്സവ കുതിരകളടക്കം 14 കുതിരകൾ കാവേറി. പുന്നിയൂർക്കുളം അണ്ടത്തോട് ദർഗ ഷെരീഫ് ചന്ദനക്കുടം ആണ്ട് നേർച്ച വെള്ളി ശനി ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. നേർച്ചയോടനുബന്ധിച്ച് വനംവകുപ്പിന്റെയും അണ്ടത്തോട് നേർച്ച കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം. കുന്നംകുളം കൊള്ളന്നൂർ വീട്ടിൽ ബാബു എന്ന് വിളിക്കുന്ന KT പാവുവിന്റെ 14ാം ചരമദിനം ആചരിക്കുന്നു. പരേതിന്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ